ധുരന്തർ എന്ന ഹിന്ദി ചിത്രം ഉയർത്തിയ വിവാദങ്ങളും അതിൻ്റെ മാറ്റലുകളും ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അടുത്തെങ്ങും അത് അടങ്ങും എന്ന് തോന്നുന്നുമില്ല. ഈ ചിത്രത്തിലെ ഏറ്റവും വിവാദപരമായ ഒരു സീൻ 2016 നോട്ട് നിരോധനവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ്. ചിത്രത്തിൽ നമ്മൾ കാണുന്ന ഖനാനി സഹോദരന്മാർ ആരായിരുന്നു? കള്ളനോട്ടിൻ്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനിൽ കറാച്ചി ആയിരുന്നു എങ്കിൽ അതിൻ്റെ ഉറവിടം ഖനാനി സഹോദരന്മാരായിരുന്നു. ധുരന്തർ എന്ന ചിത്രം നമുക്ക് കാണിച്ചു തന്ന ഖനാനി സഹോദരന്മാർ ആരായിരുന്നു? എന്തായിരുന്നു അവർ പാകിസ്ഥാനിൽ? എന്താണ് അവർക്ക് സംഭവിച്ചത്? ഹനാനി എന്ന തിന്മയുടെ സാമ്രാജ്യത്തെക്കുറിച്ചും അവരുടെ ആഗോള ഹവാല ശൃംഖലയുടെ ഘടനയും ഇന്ത്യയുടെ സാമ്പത്തിക പ്രത്യാക്രമണവും എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത്. അജയ്സ് പ്രസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ജാവേദ് ഖനാനി, അൽതാഫ് ഖനാനി എന്നിവർ 1980കളിലാണ് ഖനാനി ആൻഡ് കാലിയ ഇൻ്റർനാഷണൽ സ്ഥാപിച്ചത്. US ട്രഷറിയുടെ കണക്കുകൾ പ്രകാരം പാകിസ്ഥാനിലെ വിദേശ നാണ്യ വിനിമയത്തിൻ്റെ ഏകദേശം 40% കൈകാര്യം ചെയ്തിരുന്നത് ഇവരായിരുന്നു. പ്രതിവർഷം ഏകദേശം $16 ബില്യൺ, ഏകദേശം 1.3 ലക്ഷം കോടി രൂപ കള്ളപ്പണം ഇവർ വെളുപ്പിച്ചിരുന്നു. ദുബായ്, ഹോങ്കോങ്, ലണ്ടൻ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെല്ലാം ശാഖകൾ ഉണ്ടായിരുന്ന ഇവർ ഹവാല സംവിധാനത്തെയാണ് ആശ്രയിച്ചിരുന്നത്. പണം നേരിട്ട് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് പകരം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്ക് പുസ്തകങ്ങളിൽ മാറ്റം വരുത്തി പണം കൈമാറുന്ന രീതിയാണ് ഇത്. ബാങ്കുകളെയോ നികുതികളെയോ നിയമപരമായ പരിശോധനകളെയോ ബാധിക്കാത്തതിനാൽ കുറ്റകൃത്യങ്ങൾക്കും ഭീകരവാദത്തിനും പണം എത്തിക്കുവാൻ ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു മാർഗമായിട്ട് മാറി. ആരൊക്കെയായിരുന്നു ഈ നിഴൽ സമ്പൽ വ്യവസ്ഥയുടെ ഇടപാടുകാർ? ഖനാനി ശൃംഖല നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പലർക്കും, പല ആളുകൾക്കും, സംഘങ്ങൾക്കും സേവനം നൽകി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയകൾ, കൊളംബിയയിലെയും മെക്സിക്കോയിലെയും കൊക്കൈൻ സംഘങ്ങൾക്കും അഫ്ഗാൻ ഹെറോയിൻ കടത്തുകാർക്കും അതുപോലെ മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന പണം വെളുപ്പിക്കുവാൻ K&Kയെ ആശ്രയിച്ചു. ലഷ്കർ-ഇ തയ്ബ, ജെയ്ഷെ മുഹമ്മദ്, താലിബാൻ, അൽ ഖ്വയ്ദ തുടങ്ങിയ സംഘടനകൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തിയത് ഈ ശൃംഖല വഴിയാണ് എന്ന് ആരോപിക്കപ്പെടുന്നു. ദാവൂദ് ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിലുള്ള അധോലോക സംഘം അവരുടെ പ്രധാന സാമ്പത്തിക ഇടപാടുകൾക്ക് ഖനാനിമാരെയാണ് ആശ്രയിച്ചിരുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാൻ ISI, കാശ്മീരിലെ വിമത പ്രവർത്തനങ്ങൾക്കും കള്ളനോട്ട് പ്രചാരണത്തിനും ഉൾപ്പെടെയുള്ള രഹസ്യ നീക്കങ്ങൾക്ക് ISI ഈ വഴികൾ ഉപയോഗിച്ചതായി ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ശൃംഖലയുടെ ഏറ്റവും അപകടകരമായ വശം ഇന്ത്യയിലേക്ക് വൻതോതിൽ കള്ളനോട്ടുകൾ ഒഴുക്കിയതാണ്. 2000-ൻ്റെ പകുതി മുതൽ 2016 വരെ ഓരോ വർഷവും ഏകദേശം 1500 മുതൽ 2000 കോടി രൂപയുടെ വരെ കള്ളനോട്ടുകൾ ഇന്ത്യയിൽ എത്തിയിരുന്നു. പ്രധാനമായും 500, 1000 രൂപ നോട്ടുകളായിരുന്നു ഇവ. സൂപ്പർ നോട്ടുകൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇവ യഥാർത്ഥ നോട്ടുകളിൽ നിന്നും തിരിച്ചറിയുവാൻ വളരെ പ്രയാസമായിരുന്നു. 10% താഴെ നോട്ടുകൾ മാത്രമേ അന്ന് പിടിക്കപ്പെട്ടിരുന്നുള്ളൂ. ഇതിൻ്റെ ആഘാതം പല തരത്തിലായിരുന്നു. പണപ്പെരുപ്പം, നികുതി നഷ്ടം, കറൻസിയിലുള്ള വിശ്വാസ തകർച്ച എന്നിവയിലൂടെ നമുക്ക് വൻ സാമ്പത്തിക നാശനഷ്ടങ്ങൾ ഉണ്ടായി. ജമ്മു കാശ്മീരിലെ കല്ലേറുകാർക്കും സ്ലീപ്പർ സെല്ലുകൾക്കും പണം നൽകുന്നത് ഉൾപ്പെടെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള സഹായം സാധാരണക്കാരും ചെറുകിട കച്ചവടക്കാരും അറിയാതെ കബളിക്കപ്പെടുന്നതിലൂടെയുണ്ടാകുന്ന മാനസികാഘാതം, ഇതെല്ലാമായിരുന്നു അതിൻ്റെ പ്രത്യാഘാതങ്ങൾ. കള്ളനോട്ട് കഥയിലെ നിർണായകവും അതുപോലെ വിവാദപരവുമായ ഒരു ഘടകം ബ്രിട്ടീഷ് കമ്പനിയായ ഡെലാറൂ ആയിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കറൻസി പ്രിൻറ്റിംഗ് കമ്പനികളിൽ ഒന്നായ ഇവർ 2010 വരെ ഇന്ത്യക്ക് കറൻസി അച്ചടിക്കുവാനുള്ള സെക്യൂരിറ്റി പേപ്പർ നൽകിയിരുന്നു. എന്നാൽ ആ വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗുണനിലവാരം ഇല്ലാത്ത പേപ്പർ കണ്ടെത്തിയതിനെ തുടർന്ന് ഡെലാറൂവിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി. എങ്കിലും ഇതിനുശേഷം തൊട്ടുടനെ തന്നെ പാകിസ്ഥാനിലെ കള്ളനോട്ടുകളുടെ ഗുണനിലവാരം കുത്തനെ ഉയർന്നു. ഇന്ത്യൻ കറൻസിയുടെ സുരക്ഷാ ഫീച്ചറുകൾ അതേപടി പകർത്താൻ അവർക്ക് സാധിച്ചു. ഈ യാദൃശ്ചികത പല സംശയങ്ങൾക്കും ഇടയാക്കി. സാങ്കേതിക വിദ്യ ചോർന്നതാണോ? സമാനമായ പേപ്പർ പരോക്ഷമായി ലഭിച്ചതാണോ? അല്ലെങ്കിൽ ഇതിനുള്ളിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായം ലഭിച്ചതോ ആകാം കാരണം. 2012 UPA സർക്കാർ ഡെലാറൂവിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് വിവാദപരമായ രീതിയിൽ നീക്കി. CBI പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും വ്യക്തമായ ഉത്തരം ലഭിച്ചില്ല. UPA സർക്കാരിൻ്റെ ദുരുദ്ദേശപരമായ ഒരു നിലപാടാണ് ഇത് വ്യക്തമാക്കുന്നത്.
2016 നവംബർ 8-ന് ഇന്ത്യ 500, 1000 രൂപ നോട്ടുകൾ ഒറ്റ രാത്രി കൊണ്ട് അസാധുവാക്കി. കള്ളപ്പണത്തിനും അഴിമതിക്കുമെതിരായ നടപടിയായി ആണ് ഇതിനെ പരസ്യമായി അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും പാകിസ്ഥാന്റെ കള്ളനോട്ട് ശൃംഖലയ്ക്കും ഹവാല ഇടപാടുകൾക്കും ഇത് കനത്ത പ്രഹരം ഏൽപ്പിച്ചു. നോട്ട് നിരോധനം മൂലം ഉടനടി ഉണ്ടായ പ്രത്യാഘാതങ്ങൾ ഇവയാണ്. 1500, 2000 കോടി രൂപയുടെ കള്ളനോട്ടുകൾ ഒറ്റയടിക്ക് ഉപയോഗശൂന്യമായി. കാശ്മീരിലെ ഭീകരവാദ ഫണ്ടിങ് തകർന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ കല്ലേറ് സംഭവങ്ങൾ 43% കണ്ട് കുറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പഴയ നോട്ടുകൾ മാറ്റുവാനോ വെളുപ്പിക്കുവാനോ കഴിയാതെ വന്നതോടെ ഹവാല ഓപ്പറേറ്റർമാരുടെ പ്രവർത്തനം സ്തംഭിച്ചു. പതിറ്റാണ്ടുകളായി നിയമ നടപടികൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും സാധിക്കാതെ ഇരുന്നത് നോട്ട് നിരോധനം ഒറ്റ രാത്രി കൊണ്ട് സാധിച്ചെടുത്തു. ഏറ്റവും രസകരമായ സംഭവം, നോട്ട് നിരോധനം നടന്ന് വെറും 26 ദിവസങ്ങൾക്ക് ശേഷം 2016 ഡിസംബർ 4-ന് ജാവേദ് ഖനാനി കറാച്ചിയിലെ 8 നില കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു. പാകിസ്ഥാൻ അധികൃതർ ഇതിനെ ആത്മഹത്യയായി കണക്കാക്കിയപ്പോൾ കുടുംബം ഇതൊരു അപകടം ആണ് എന്ന് വാദിച്ചു. സാമ്പത്തിക തകർച്ച, അമേരിക്കയുടെ ഉപരോധങ്ങൾ, കുറ്റവാളി സംഘങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം, അതുപോലെ സഹോദരൻ്റെ അറസ്റ്റ് എന്നിവയ്ക്കിടയിലുള്ള ഈ ഒരു മരണം കൊലപാതകമോ അതല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നീക്കമോ ആകാം എന്ന സംശയം ബലപ്പെടുത്തി. സഹോദരൻ അൽതാഫ് ഖനാനി 2015-ൽ പനാമയിൽ വെച്ച് നടന്ന ഒരു DEA ഓപ്പറേഷനിൽ അറസ്റ്റിലായിരുന്നു. 2017-ൽ അമേരിക്കൻ ഫെഡറൽ കോടതിയിൽ ഇദ്ദേഹം കുറ്റസമ്മതം നടത്തി. കോടിക്കണക്കിന് ഡോളർ വെളുപ്പിച്ചു, ഗൂഢാലോചനയിൽ താൻ പങ്കാളിയാണ് എന്നൊക്കെ അദ്ദേഹം സമ്മതിച്ചു. അമേരിക്കൻ അധികൃതരുമായി അദ്ദേഹം സഹകരിച്ചതായും ആഗോള ഹവാല ശൃംഖലയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അദ്ദേഹം അമേരിക്കയ്ക്ക് കൈമാറിയതായും പറയപ്പെടുന്നു. അദ്ദേഹം ഇപ്പോഴും അമേരിക്കയുടെ കസ്റ്റഡിയിലോ സംരക്ഷണയിലോ ആണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് ഈ സാമ്പത്തിക യുദ്ധക്കളത്തിൽ നിന്നുള്ള പാഠങ്ങൾ? ഖനാനി സാമ്രാജ്യത്തിൻ്റെ തകർച്ച ആധുനിക യുദ്ധരീതികളിലെ അടിസ്ഥാനപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. കറൻസി, പണമിടപാട് സംവിധാനങ്ങൾ, അനൗദ്യോഗിക സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സൈനിക ആയുധങ്ങളെപ്പോലെ തന്നെ പ്രധാനമാണ്. ഏകദേശം 30 വർഷത്തോളം കള്ളനോട്ടും ഹവാല ശൃംഖലകളും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ആഭ്യന്തര സുരക്ഷയ്ക്കും വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ആഭ്യന്തരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും നോട്ട് നിരോധനം എന്ന ഒറ്റ തീരുമാനം അതിർത്തി കടന്നുള്ള ഈ വലിയ കുറ്റകൃത്യ സാമ്പത്തിക ശൃംഖലയെ തകർത്തെറിഞ്ഞു. ഇതിനുള്ളിൽ പ്രവർത്തിച്ചവരുടെ സഹായം, നിയമങ്ങളിലെ പഴുതുകൾ, ദുരൂഹ മരണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. 21-ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങൾ ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, പേപ്പറും മഷിയും കണക്കുകളും കൊണ്ടുകൂടി പോരാടാമെന്ന സത്യമാണ് ഖനാനി കേസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.